ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മുടെ മിഡ് ടൈം എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ലാബ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യലാണ്. ഇപ്പോൾ ലാബിൻ്റെ എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയപ്പോഴും കുറേ പേർക്ക് ലാബിനെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. സോ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒന്ന് വീണ്ടും ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് എവിടെയും ചെയ്യാനില്ല, ഉബുണ്ടു ഇല്ല, അല്ലെങ്കിൽ സിസ്റ്റം അങ്ങനെ അവൈലബിൾ അല്ല. അങ്ങനെയൊക്കെയാണ് പലരുടെയും പ്രശ്നം. നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആപ്പ് ഉപയോഗിച്ചല്ല, വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് കയറാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഗൂഗിളിൽ ജിയോജിബ്ര ക്ലാസിക് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ നമുക്ക് ഒരു സൈറ്റിലേക്കാണ് പോവുക. ദെൻ നമുക്കിവിടെ കിട്ടുന്ന ജിയോജിബ്ര ക്ലാസിക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ജിയോജിബ്രയുടെ ഓൺലൈൻ വേർഷൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുക. നമ്മുടെ ഉബുണ്ടുവിൽ നമ്മൾ എക്സാമിന് ചെയ്യുന്ന ജിയോജിബ്രയിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. നമുക്ക് അവിടെ ഇൻപുട്ട് ബാറ് ഇവിടെ താഴെയായിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മുടെ ഇൻപുട്ട് ബാർ എന്ന് പറയുന്നത് ഇവിടെയാണ് കിട്ടുക. ഇൻപുട്ട് ബാറിലാണ് നമ്മൾ ഓരോ ഫങ്ഷൻസൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടൊരു വ്യത്യാസമുള്ളത്. ബാക്കി ഇവിടെയുള്ള അധികം ടൂൾസും നമുക്കിവിടെ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ലാബിൽ പ്രധാനപ്പെട്ട ടൂളുകളൊന്ന് പരിചയപ്പെടുകയാണ്. സോ ഇത് പോയിന്റ് ടൂളാണ്. പോയിന്റ് ടൂളിൽ ഇവിടെ നമ്മൾ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിന്റ് ടൂളുകൾ ഉപയോഗിക്കുക. ദെൻ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ ടൂളുണ്ട്, അത് നമുക്ക് അധികം ഉപയോഗം വരുന്ന ഒരു ടൂളാണ്. പിന്നെ ആദ്യം വന്നത് മൂവ് ടൂളാണ്. നമ്മൾ ഏതൊക്കെ ടൂൾ ഉപയോഗിച്ചാലും ലാസ്റ്റ് ഏറ്റവും അവസാനം മൂവ് ടൂൾ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ബാക്കിയുള്ള ടൂൾ സെലക്റ്റഡ് ആയി പോകും. സോ മൂവ് ടൂൾ അധികം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ടൂൾസ് ഉണ്ട്, പാരലൽ ലൈൻസ്, ടാൻജൻറ്റ്, അതൊക്കെ ഇവിടെയാണ് വരുന്നത്. ദെൻ ലൈൻ ടൂളിൽ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് സെഗ്മെൻറ്റ് ടൂൾ. ഇത് നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ദെൻ ഇവിടെ സർക്കിൾ ഉണ്ട്, ദെൻ എലിപ്സ്, ഹൈപ്പർബോള, ഇങ്ങനെയൊക്കെ വരുന്ന കോണിക് സെക്ഷൻസ് ഉണ്ട്, ആംഗിൾ ടൂള്, ദെൻ സ്ലോപ്പ്, ഇതൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കുന്ന ടൂൾസാണ്. ദെൻ ഇവിടെ ഈ ഈ ഓപ്ഷനിൽ റിഫ്ലക്ഷൻ അബൌട്ട് എ ലൈൻ എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസ് വരുന്ന ഒരു ഓപ്ഷനാണിത്. സ്ലൈഡർ ടൂളുണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് ബോക്സും. ഈ രണ്ട് ടൂളാണ് നമ്മളധികം ഉപയോഗിക്കുന്നത്. ദെൻ ഈ ഓപ്ഷനിൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മളിവിടെ പ്രധാനമായിട്ട് രണ്ട് വ്യൂസ് ആണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആൾജിബ്രായിക് വ്യൂ, റൈറ്റ് സൈഡിൽ അതിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ. ഓക്കെ, ദെൻ നമ്മൾ ആദ്യത്തെ ഗ്രാഫിൽ കാണാൻ പറയുന്നത് ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാനാണ്. അപ്പോൾ പോയിന്റ് ഞാൻ പ്ലോട്ട് ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിന്റ് ലഭ്യമായി. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഈ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആൾജിബ്രായിക് വ്യൂ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് 2 0.8 4 1.4 ആണ്. ദെൻ ഇതിനെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യപ്പെട്ടു. വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ പോയിന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ ഈ ലാബിൽ പരിചയപ്പെടുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് എങ്ങനെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യും, അതുപോലെ തന്നെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ആദ്യം സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡർ ടൂളിൽ പോകുന്നു, സ്ലൈഡർ സെലക്ട് ചെയ്യുന്നു, ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ലൈഡർ ഡിഫോൾട്ട് എ എന്നാണ് പേര്. ഇൻക്രിമെൻറ്റ് എന്ന് 0.1 എന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 0.1 എന്ന് സെറ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു. സ്ലൈഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഇൻപുട്ട് ബോക്സിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കുക, സ്ലൈഡറിൻ്റെ വാല്യൂ 0.1 വെച്ച് ചേഞ്ച് ചെയ്തതാണ്. ദെൻ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. പോയിന്റ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു എ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് പോയിന്റിൻ്റെ പേര്. എ സ്ക്വയർ. ഓക്കെ, ദെൻ പോയിന്റ് ഇവിടെ കാണാം. ദെൻ ഞാനിത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പോയിന്റ് മൂവ് ചെയ്യുന്നത് കാണാം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിന് എന്താണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് ഷോർട്ട് ട്രേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ലൈഡർ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആനിമേഷൻ ഓൺ കൊടുക്കുന്നു. അപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ പോയിന്റ് മൂവ് ചെയ്യുന്നതിന് കാണാം എ സ്ക്വയർ. ഓരോ എ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് എ സ്ക്വയർ നമ്മുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് f(x=x² എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഞാനിവിടെ ഈ ഡെഫിനിഷനിൽ എ സ്ക്വയർ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ആ മാറ്റം എ സ്ക്വയർ എന്നതിന് പകരം എ ക്യൂബ് എന്നാക്കി. ഇനി നമ്മൾ
അനിമേഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക x⁻³ അഥവാ x³ ഗ്രാഫാണ് ഈ കാണുന്നത്. x³ ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ദെൻ a⁴ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് x⁴ ഗ്രാഫായിരിക്കും കിട്ടുക. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഒന്നും ഉപയോഗിക്കാതെ നേരിട്ട് ഇൻപുട്ട് കൊടുത്തുകൊണ്ട് എങ്ങനെ ഗ്രാഫ് വരയ്ക്കുക എന്നാണ് കാണാൻ പോകുന്നത്. ഓക്കെ ഈ പോയിന്റ് നമുക്ക് ആവശ്യമില്ല, പോയിന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ദെൻ ഇൻപുട്ട് ബോക്സിൽ x² എന്ന് കൊടുക്കണം. x² എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ x² ഗ്രാഫാണ് കിട്ടുന്നത്. ദെൻ നമുക്ക് അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് x³ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് x⁻³ എന്ന് ടൈപ്പ് ചെയ്യുക. x³ ഗ്രാഫ് കിട്ടി. ദെൻ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് ABS(x) എന്നാണ്, ആബ്സലൂട്ട് വാല്യൂ ഓഫ് എക്സ്. ഓക്കെ ഞാൻ മുമ്പ് പറഞ്ഞു ഇത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ നമ്മുടെ ദൃശ്യത്തിൽ കാണുന്നത് മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് മാത്രമാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂട്ട് എക്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് √(x) എന്നാണ്. SQRT(x) എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ദെൻ ഇതിൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ പഠിച്ചിരുന്നു. അതിനെ നമ്മളിവിടെ ഫ്ലോർ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. FLOOR ഫ്ലോർ എക്സ് എന്ന് അടിച്ചപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടി. ദെൻ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സീൽ ഫംഗ്ഷൻ. ഓക്കെ സീൽ(x) എന്ന് അടിച്ചു, അതിന് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടി. ദെൻ 1/x ഗ്രാഫ് നോക്കാം. 1/(x) എൻ്റർ അടിക്കുന്നു, അതിൻ്റെ ഗ്രാഫും കിട്ടിയിരിക്കുന്നു. ഓക്കെ ദെൻ നമ്മൾ പരിചയപ്പെട്ട മറ്റൊരു ഗ്രാഫാണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ്റെ കോഡ് എന്ന് പറയുന്നത് SGNX എന്നാണ്. ഓക്കെ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും എന്താണെന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ആദ്യം സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഏതൊക്കെ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഡൊമൈൻ. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ വൈ വാല്യൂസ് ഉണ്ട് അതാണ്, ഏതൊക്കെ വൈ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ എക്സ് വാല്യൂസ് എല്ലാ എക്സ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടും സിഗ്നം ഫംഗ്ഷൻ ഉണ്ട്. ത്രൂ ഔട്ട് എല്ലാ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വൈ വാല്യൂസ് ആയിട്ട് വരുന്നത്, വൈ വാല്യൂസ് വൈ ആക്സിസിലാണ് ഉണ്ടാവുക. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഉണ്ട്, 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഉണ്ട്, -1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റില്ല, ഇത് ഈ ലാബിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ ദെൻ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1, 0, -1 ആയിരിക്കും. ദെൻ 1/(x)ൻ്റെ ഡൊമൈനും റേഞ്ചും 1/(x) നോക്കുക, എല്ലാ എക്സ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ x=0 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറും 0 ഒഴികെ. സോ r-0 ആയിരിക്കും ഇതിൻ്റെ ഡൊമൈൻ. അതുപോലെ തന്നെ വൈ വാല്യൂ 0 റേഞ്ച് ആയിട്ട് വരുന്നില്ല. സോ റേഞ്ച് r-0 ആയിരിക്കും. ദെൻ സീൽ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് കാണുന്നത്. സീൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എല്ലാ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ് ഇതിൻ്റെ ഡൊമൈൻ. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ദെൻ സിമിലർലി ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡൊമൈന് കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ച് ഇൻഡിജേഴ്സ് മാത്രമാണ്. ഓക്കെ ദെൻ റൂട്ട് ഫംഗ്ഷൻ നോക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും റിയൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. സോ എക്സ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കുക, എക്സ് ആക്സിൽ വാല്യൂസ് ഉള്ളത് ക്ലോസ് ടു 0 ആണ് ഇതിൻ്റെ ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നതും ക്ലോസ് ടു 0 ആണ്, കാരണം വൈ ആക്സിസ് മുകളിലോട്ട് മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ. സോ ക്ലോസ് ടു 0 ആണ് ഡൊമൈനും റേഞ്ചും. ദെൻ ആബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷൻ നോക്കുക, മോഡുലസ് ഓഫ് ഫംഗ്ഷൻ. ദെൻ ഡൊമൈൻ കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് നോക്കുക, -∞ ടു +∞ എല്ലാ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് വൈ ആക്സിൽ 0 ടു ∞ മാത്രമേ ഉള്ളൂ. സോ ക്ലോസ് ടു 0 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. സിമിലർലി x² അതേപോലെ തന്നെയാണ്, ഡൊമൈന് കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് വരുന്നുണ്ട്, റേഞ്ച് ക്ലോസ് ടു 0 ആണ്. ദെൻ x³ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും, x³ ഡൊമൈൻ എന്ന് പറയുന്നത് -∞ ടു ∞ ആണ്, എല്ലാ റിയൽ നമ്പേഴ്സും കറസ്പോണ്ടിങ് ആയിട്ട്. വൈ വാല്യൂ അതുപോലെ തന്നെ -∞ ടു ∞ ആണ്. പിന്നെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം, ഒരു നമ്പർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് x⁻n ഫംഗ്ഷൻ്റെ ഡിഫൈൻ ചെയ്യലാണ്. സോ നമ്മളൊരു ന്യൂ വിൻഡോ എടുക്കുകയാണ്, ഇതിന് ന്യൂ സ്റ്റാർട്ട് കൊടുക്കും, ന്യൂ കൊടുത്തിട്ട് ഡോൺ സേവ് ഡിസ്കാർഡ് കൊടുക്കുന്നു. അപ്പോൾ സെയിം വിൻഡോ നമുക്ക് തുറന്ന് വരും. സോ ആദ്യം നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ഓപ്ഷൻ കൊടുത്തു, നമ്മൾ ഇൻഡിജർ സ്ലൈഡറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഇൻഡിജർ എന്ന് കൊടുക്കുന്നു. ദെൻ ഇൻക്രിമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ അപ്പോൾ
ഇൻറ്റിജർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോണ്. സ്ലൈഡറിൻ്റെ പേര് എൻ എന്നാണ്, എക്സ് റേസ് ടു എൻ എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. എക്സ് റേസ് ടു എൻ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. സോ സ്ലൈഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിയത്. ദെൻ എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കുക. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ചും കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ്. എക്സ് സ്ക്വയർ ആകുമ്പോൾ ഡൊമൈൻ 6, റേഞ്ച് നോക്കുക 0യ്ക്ക് മുകളിലോട്ടേ ഉള്ളൂ. സോ റേഞ്ച് ക്ലോസ് ടു 0 ഇൻഫിനിറ്റി. ദെൻ ഇവിടെ ഡൊമൈൻ 6, റേഞ്ച് 6. ഓക്കെ. ദെൻ ഇനിക്വൽ ടു 4 ആകുമ്പോൾ എക്സ് റേസ് ടു 4 ഫംഗ്ഷൻ, ഡൊമൈൻ 6, റേഞ്ച് ക്ലോസ് ടു 0 ഇൻഫിനിറ്റി. അപ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നിൻ്റെ വാല്യൂ ഓഡ് നമ്പർ ആകുമ്പോൾ ഡൊമൈനും റേഞ്ചും 6 തന്നെ. എന്നിൻ്റെ വാല്യൂ ഈവൻ നമ്പർ ആകുമ്പോൾ ഡൊമൈൻ 6 തന്നെ, പക്ഷേ റേഞ്ച് ക്ലോസ് ടു 0 ഇൻഫിനിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ലാബിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ലാബിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ ഈ ലാബ് ചെയ്യുമ്പോൾ ചെയ്ത് മനസ്സിലാക്കുക. ഇത് ഏറ്റവും സീറോ ലാബാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. ഇതിന് ഒരേ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആണ്. അതുപോലെ ആ ഫംഗ്ഷനെ പേര് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് റേസ് ടു എൻ എന്നാണ് ഞാൻ ഫംഗ്ഷൻ കൊടുത്തത്. ഞാൻ ഫംഗ്ഷൻ എഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുകയാണ്. ഒരു ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനുമായിട്ടാണ് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ്റെ പേര് എഫ് തന്നെ. ദെൻ ഇവിടെ ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ പ്രാവശ്യം ഫംഗ്ഷൻ എക്സ് റേസ് ടു എൻ, ഫംഗ്ഷൻ്റെ പേര് എക്സ് റേസ് ടു എന്നിന് പകരം നമ്മൾ സൈൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓരോ പ്രാവശ്യം ഇപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ സൈൻ എക്സ് ഓൾ റേസ് ടു 6ൻ്റെ ഗ്രാഫാണിത്. വീണ്ടും പേര് മാറ്റി കൊടുക്കുകയാണ്. സൈൻ എക്സിന് പകരം ടാൻ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ്റെ പേര് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ബോക്സ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇൻപുട്ട് ബാർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇൻപുട്ട് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. ഇത്രയാണ് ഈ ലാബിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ. സ്ലൈഡർ, ഇൻപുട്ട് ബോക്സ് നമ്മൾ അധികം ലാബിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനിമേഷൻ ഉണ്ടാക്കാൻ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ബാക്കി ലാബ് 1 മുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.